രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയെന്ന് സൂചന. സച്ചിൻ പൈലറ്റ്, അശോക് ഗെഹ്ലോട്ട് തുടങ്ങിയവരുമായി രാഹുൽ ഗാന്ധി നടത്തിയ ചർച്ച പൂർത്തിയായി. തീരുമാനം അല്പസമയത്തിനകം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, ഈ ഭിന്നതകൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ ഏതു തരത്തിലുള്ള സമവായത്തിനൊടുവിലാണ് ഇപ്പോൾ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന സൂചനകൾ വരുന്നത്? മനു, ഏകദേശം 1 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് അശോക് ഗെഹ്ലോട്ടിനെയും സച്ചിൻ പൈലറ്റിനെയും രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ടത്. അവരും രണ്ടുപേരുമായുള്ള ചർച്ച 20 മിനിറ്റോളം നീണ്ടു. അതിനുശേഷം സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ സംസാരിക്കാൻ ഇരു നേതാക്കളും തയ്യാറായില്ല. എന്നാൽ ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രകാരം സച്ചിൻ പൈലറ്റിന് പിന്നീട് കേന്ദ്ര സർക്കാർ UPA ഗവൺമെന്റിന്റെ വരികയാണെങ്കിൽ അതിൽ ഉന്നത സ്ഥാനങ്ങൾ നൽകാം എന്ന ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. പകരം അശോക് ഗെഹ്ലോട്ട് തന്നെ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. മധ്യപ്രദേശിന് സമാനമായി രാജസ്ഥാനിലും നല്ലൊരു നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഗുണം ലഭിക്കുകയുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി കരുതുന്നത്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവ് എന്ന നിലയിലും ഇതിനു മുമ്പ് 2 തവണ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായിരുന്നു എന്ന നിലയിലും അശോക് ഗെഹ്ലോട്ടിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാനാണ് തീരുമാനം. പക്ഷേ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇരുവരോടും ഇന്ന് തിരിച്ച് രാജസ്ഥാനിലേക്ക് മടങ്ങാൻ രാഹുൽ നിർദ്ദേശിച്ചു. അത് പ്രകാരം രണ്ടുപേരും ഇന്ന് രാജസ്ഥാനിലേക്ക് നീങ്ങുകയാണ്. അവിടെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് തുടർന്ന് അവിടെ നിന്ന് ഔപചാരികമായി പേര് പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ആരാകുമെന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്നില്ല, ഔദ്യോഗികമായി പറയുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന പ്രകാരം അശോക് ഗെഹ്ലോട്ടാണ് രാജസ്ഥാനിലെ അടുത്ത മുഖ്യമന്ത്രി. ശരി, രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. മറ്റു വാർത്തയിലേക്ക്. തെലങ്കാനയിൽ TRSന്റെ ചന്ദ്രശേഖർ റാവു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടന്നെങ്കിലും ആദ്യം സത്യപ്രതിജ്ഞ നടക്കുന്നത് തെലങ്കാനയിലാണ്. 2014 രൂപം കൊണ്ട തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിന് ഇത് 2ാം ഊഴമാണ്. കാലാവധി തീരാൻ 8 മാസങ്ങൾ ശേഷിക്കെ നിയമസഭ പിരിച്ചുവിട്ട ചന്ദ്രശേഖർ റാവുവിനെ കെയർടേക്കർ മുഖ്യമന്ത്രിയായി നേരത്തെ ഗവർണർ നിയമിച്ചിരുന്നു. ഈ പദവി ബുധനാഴ്ച അദ്ദേഹം രാജിവെച്ചു. മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി ആരാണെന്ന പ്രഖ്യാപനം ഉടനുണ്ടാകും. പാർട്ടി നേതാക്കളുമായി രാഹുൽ ഗാന്ധിയുടെ ചർച്ച ഇപ്പോൾ തുടരുകയാണ്. വൈകുന്നേരം 4 മണിക്ക് ഭോപ്പാലിൽ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. കമൽനാഥിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻതൂക്കം. പ്രതിപക്ഷ ബഹളത്തിൽ തുടർച്ചയായ 2ാം ദിവസവും പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് മുമ്പേ പിരിഞ്ഞു. പ്രളയ ദുരിതാശ്വാസ സഹായം അപര്യാപ്തമെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്നുള്ള MPമാർ പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധിച്ചു. അതേസമയം പാർലമെന്റ് ആക്രമണത്തിന്റെ 12ാം വാർഷിക ദിനത്തിൽ അന്തരിച്ചവർക്ക് പാർലമെന്റ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രളയ ദുരിതാശ്വാസ സഹായത്തിലെ കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നിന്നുള്ള MPമാർ പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധിച്ചു. വിഷയം സഭ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും അവഗണന അവസാനിപ്പിക്കണമെന്നും MPമാർ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകുക എന്നുള്ളത്. അത് നൽകാത്തതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഇവിടെ ഈ ധർണയിലൂടെ ഉന്നയിക്കുകയാണ്. കേവലം നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡം പറഞ്ഞുകൊണ്ട് കേരളത്തോട് അവഗണന കാണിക്കുന്നത് ശരിയല്ല. കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം തന്നെ ഇവിടെ ഇന്ന് ഇത്തരം ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശത്തിലുള്ള പ്രതിപക്ഷ നിരയെ നേരിടാനാകാതെ തുടർച്ചയായ 2ാം ദിവസവും രാജ്യസഭയും ലോക്സഭയും നേരത്തെ പിരിഞ്ഞു. 5 മിനിറ്റ് പോലും ചേരാതെയാണ് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. ചെയറിലുണ്ടായിരുന്ന സഭാധ്യക്ഷൻ വെങ്കയ്യ നായിഡു പലതവണ ശ്രമിച്ചെങ്കിലും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് TDP MPമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടിയതോടെ ബഹളം നിയന്ത്രണാതീതമായി. സഭ പിരിച്ചുവിട്ടു. ലോക്സഭയെ റഫേൽ, ആന്ധ്ര പ്രത്യേക പദവി, കേരളത്തിലെ പ്രളയം തുടങ്ങിയ വിഷയങ്ങൾ ബഹളമുഖരിതമാക്കി. സ്പീക്കർ സുമിത്ര മഹാജൻ 2 തവണ സഭ നിർത്തിവെച്ചു. പക്ഷെ വീണ്ടും സഭ സമ്മേളിച്ചപ്പോഴെല്ലാം MPമാർ പ്രതിഷേധം തുടർന്നതോടെ ഇന്നത്തേക്ക് ലോക്സഭയും പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ BJP പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. അതേസമയം പാർലമെന്റ് ആക്രമണത്തിന്റെ 12ാം വാർഷിക ദിനമായി ഇന്ന് MPമാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മരിച്ചവരുടെ ഛായാചിത്രത്തിനു മുന്നിൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളും പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വീണ്ടും ഉയരുന്നു. 57 ദിവസങ്ങൾക്ക് ശേഷമാണ് പെട്രോൾ വില വർദ്ധിപ്പിച്ചത്. വില നിർണ്ണയ അധികാരം തങ്ങൾക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള വിലയിൽ ഈ ഉയർച്ച പ്രകടമാകുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പെട്രോൾ ഡീസൽ വില നേരത്തെയുണ്ടായതിനേക്കാൾ കുറഞ്ഞിരുന്നു. ഇതിനു മുൻപേ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളകളിലും പെട്രോൾ വില കുറയുന്ന സാഹചര്യമുണ്ടായി. അന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഇടപെടലാണ് വില കുറയുന്നതിന് കാരണമെന്ന് പല കോണുകളിൽ നിന്നും വിമർശനമുയർന്നിരുന്നു. എന്നാൽ പെട്രോളിയം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിമർശനത്തെ തള്ളിക്കളയുകയും വില നിയന്ത്രണത്തിൽ സർക്കാർ ഇടപെടലിൽ നിന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പുകൾ BJPക്ക് കനത്ത തിരിച്ചടിയുമാണ് നൽകിയത്. ഇതിനു പിന്നാലെ ഇന്ധനവില വീണ്ടും ഉയർന്ന സാഹചര്യമാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ വില നിർണ്ണയത്തിൽ ഇടപെടുന്നില്ലെന്ന് അവകാശപ്പെടുമ്പോഴും പെട്രോളിയം കമ്പനികളുടെ മേൽ തങ്ങൾക്ക് നിയന്ത്രണമില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം അവകാശപ്പെടുന്നതും ജനത്തെ കബളിപ്പിക്കലാണെന്ന് വ്യക്തവുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുറയുന്ന വില തെരഞ്ഞെടുപ്പുകളിൽ BJP തോൽക്കുന്നതിന് പിന്നാലെ ഉയരുകയുമാണ്. ഇത് കേന്ദ്ര സർക്കാർ ഇടപെടൽ കൊണ്ട് തന്നെയാണെന്നതും പകൽ പോലെ വ്യക്തം. പലപ്പോഴും വില ഉയരുമ്പോൾ ആഗോള വിപണിയെ കേന്ദ്ര സർക്കാർ കുറ്റം പറയാറുണ്ട്. എന്നാൽ ആഗോളതലത്തിൽ വില കുറഞ്ഞിരിക്കുമ്പോഴും രാജ്യത്തെ പെട്രോളിയം കമ്പനികൾ അവർക്ക് തോന്നിയ പോലെ വില നിശ്ചയിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ മൗനാനുവാദവും പ്രകടമാണ്. ന്യൂസ് ഡെസ്ക്. KM ഷാജിക്കെതിരെ കേസ്. കണ്ണൂർ ടൗൺ SIയെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസ്. ഈ വൃത്തികെട്ട പണിക്ക് നിൽക്കുന്നത് അതിനേക്കാൾ നല്ലത് ആ വളവട്ടർന്ന് രാത്രി വരുന്ന മഴയുടെ നട്ടപ്പാത്രത്തെ കൈകാട്ടി പൈസ വാങ്ങി നക്കി ജീവിക്കുന്നതാണ്. ശ്രീജിത്ത് കൊടേരി നക്ക പിച്ചക്ക് വേണ്ടി നീ കളങ്കപ്പെടുത്തിയത് നെഞ്ചിൽ കുറിച്ചിട്ടോ. ശ്രീജിത്ത് കൊടേരി നക്ക പിച്ചക്ക് വേണ്ടി നീ കളങ്കപ്പെടുത്തിയത് നെഞ്ചിൽ കുറിച്ചിട്ടോ. PV കുട്ടൻ നൽകും വിശദാംശങ്ങൾ. കുട്ടൻ, ഇപ്പോൾ ഈ ഹൈക്കോടതി വിധിയും അതിനുശേഷം സുപ്രീം കോടതി വിധിയും ഒക്കെ KM ഷാജിക്ക് ഒരു പരിധി വരെ സുപ്രീം കോടതിയിൽ നിന്ന് പോലും എതിരായിട്ടാണ് KM ഷാജിക്ക് നേരിടേണ്ടി വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണോ ഈ കേസിനാസ്പദമായ സംഭവങ്ങളിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണിയുമായി ഷാജി രംഗത്തെത്തിയത്? അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. മനു, KM ഷാജിക്ക് അയോഗ്യത കൽപ്പിച്ച സാഹചര്യത്തിലാണ് ദിവസം കണ്ണൂരിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. ഈ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കേസിലെ ഔദ്യോഗിക സാക്ഷികൾ കൂടിയായ ടൗൺ SI ശ്രീജിത്ത് കൊടേരി, അതുപോലെ തന്നെ കണ്ണൂർ ഡെപ്യൂട്ടി തഹസിൽദാർ KP ഷാജു എന്നിവരെ ഷാജി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ പ്രസംഗത്തിൽ കേട്ടതുപോലെ വളരെ മോശമായ രീതിയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രസംഗമാണ് ഷാജി നടത്തിയത്. ഈ പ്രസംഗത്തെ തുടർന്നാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് ഷാജിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സാക്ഷികൾക്ക് സംരക്ഷണം നൽകുന്നതിന് സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് പ്രത്യേക സാക്ഷി സുരക്ഷാ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ ഒരു അവസരത്തിലാണ് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടിയായ സാക്ഷികൾക്കെതിരെ ഷാജി ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് വർഗീയ കാർഡ് ഇറക്കിയതായി തെളിഞ്ഞതിനെ തുടർന്ന് ഹൈക്കോടതി ഷാജിയെ അയോഗ്യനാക്കിയിരുന്നു. വർഗീയ പരാമർശങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ UDF പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ഉദ്യോഗസ്ഥരാണ് ശ്രീജിത്ത് കൊടേരി. ഈ വിദ്വേഷം വെച്ചുകൊണ്ടാണ് ഷാജി ശ്രീജിത്തിനെ ഭീഷണിപ്പെടുത്തി പ്രസംഗിച്ചിരിക്കുന്നത്. മനു, ശരി. PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വനിതാ മതിൽ സംസ്ഥാന ചരിത്രത്തിന്റെ നാഴികക്കല്ലെന്ന് മുഖ്യമന്ത്രി. സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നവോത്ഥാന മൂല്യം സംരക്ഷിക്കാൻ മുതിരുന്നതിൽ എന്ത് തെറ്റെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വനിതാ മതിലിനെ വർഗീയ മതിലെന്ന് ആക്ഷേപിച്ച മുസ്ലിം ലീഗിലെ മുനീറിന്റെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമായി. പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് സ്പീക്കറോട് ഭരണപക്ഷം ആവശ്യപ്പെട്ടു. വർഗീയ പരാമർശം പിൻവലിക്കില്ലെന്ന് മുനീർ. നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സ്ത്രീ മുന്നേറ്റത്തിന് നിരവധി പദ്ധതികൾ മുന്നോട്ട് വച്ച സംസ്ഥാന സർക്കാർ അതിന്റെ ഭാഗമായി തന്നെയാണ് വനിതാ മതിലിനെ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ മതിലിന്റെ സംഘാടനത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗിക്കാൻ ഉദ്ദേശമില്ല. അതിനാവശ്യമായ പണം ജനങ്ങളിൽ നിന്ന് കണ്ടെത്തും. സ്ത്രീകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മുന്നേറ്റമാണ് വനിതാ മതിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ മതിലിന്റെ സംഘാടനത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. അതിനാവശ്യമായ പണം ഇത് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരും അവരെ പിന്തുണക്കുന്നവരും ജനങ്ങളിൽ നിന്ന് കണ്ടെത്തുമെന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു സാമ്പത്തിക സഹായവും ഇതിനാവശ്യമില്ല. ഇത് ജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞ ഒരു മഹാമുന്നേറ്റമാണ്.
നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന വനിതാ മതിലിനെ സംബന്ധിച്ച് നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ വസ്തുതക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കേണ്ട യാതൊരു ആവശ്യവും ഉയരുന്നില്ല. സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് സ്പീക്കർ. കായിക ബലത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ നടത്തിക്കൊണ്ടുപോകാനാകില്ലെന്നും സ്പീക്കർ പറഞ്ഞു. സഭാ നടപടികൾ നടത്തിക്കൊണ്ടുവരുന്ന വ്യവസ്ഥാപിതമായ ചട്ടങ്ങൾ പാലിക്കാതിരുന്നാൽ സഭ നിർത്തിവെക്കല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളിലായിട്ട് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സഭാ നടപടി ചോദ്യോത്തരവേളയിൽ തന്നെ നിർത്തിവെച്ചത്. വാച്ചാൻ വാർഡിന്റെ ബലപ്രയോഗത്തിനെയോ കായികക്ഷമതയുടെ ബലത്തിൽ സഭ നടത്തിക്കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. സഭ നിയമനിർമ്മാണത്തിന് വേണ്ടി കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി നടന്നു പോകേണ്ടിയിരുന്നു എന്നുള്ള ആഗ്രഹം സ്പീക്കർക്കുണ്ടായിരുന്നു. ഗൗരവമൂല്യ ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു. അതാണ് ഈ പറഞ്ഞത്. സഭയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഏത് രീതി സ്വീകരിക്കണം എന്നുള്ളത് ബന്ധപ്പെട്ട കക്ഷികളുടെയും അംഗങ്ങളുടെയും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. ആരാധനാലയങ്ങളിൽ നടക്കുന്ന ആയുധ പരിശീലനങ്ങൾക്കെതിരെ നിയമ ഭേദഗതി സർക്കാർ കൊണ്ടുവരുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വർഗീയതയ്ക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമാണ് വനിതാ മതിലെന്നും കടകംപള്ളി പറഞ്ഞു. ക്ഷേത്രപ്പറമ്പുകളിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള അനാവശ്യ പ്രവൃത്തികൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാനും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള വിപുലമായിട്ടുള്ള പ്രചാരണ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് സർ നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് വരേണ്ടത്. വർഗീയ വിഷം വമിപ്പിച്ച് നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള എല്ലാ മതേതരവാദികളുടെയും യോജിച്ച പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരണം സർ. അതിനാവശ്യമായിട്ടുള്ള വിപുലമായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു വലിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് സർ ഈ പുതുവർഷം ആരംഭിക്കുന്ന ദിവസം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വനിതാ മതിൽ നിർമ്മിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ സാധിക്കും. കോൺഗ്രസ് ചതിയിലൂടെയാണ് വിജയം സ്വന്തമാക്കിയതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ബിജെപി ഭരിച്ചിരുന്ന 3 സംസ്ഥാനങ്ങളും ജനവിധിയിലൂടെ തിരിച്ചുപിടിച്ച കോൺഗ്രസിന്റെ വിജയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാറ്റ്നയിലെ മഹാവീർ ക്ഷേത്രത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ആദിത്യനാഥിന്റെ പ്രതികരണം. പരാജയപ്പെട്ട സമരം സജീവമാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം സെക്രട്ടേറിയറ്റിന് മുന്നിലെ വേണുവിന്റെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് CPIM നേതാവ് വി ശിവൻകുട്ടി. യുവാവിനെ RSS BJP പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിക്കാത്തതിന് പിന്നിലും ദുരൂഹതയുണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഇയാൾ സാധാരണഗതിയിൽ രാത്രി ഒരിക്കലും പുറത്തു പോകുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് പറയുന്നത്. സംഭവം നടന്ന് പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷന് ശേഷമാണ് വീട്ടുകാർ തന്നെ ഈ കാര്യത്തിൽ അറിയുന്നത്. ഈ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് RSS BJP സംഘപരിവാർ ശക്തികൾ നോക്കി നിൽക്കുകയാണ് ഈ സംഭവം നടന്നതെന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇവന് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ദുരൂഹത ഉണ്ട്. പരാജയപ്പെട്ട് കൊണ്ടിരിക്കുന്ന സമര കേന്ദ്രം സജീവമാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അരുതാത്ത സംഭവവികാസങ്ങൾ ഇതിൽ നടന്നോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ആവശ്യമാണ്. ആശുപത്രിയിൽ പോയ അവസരത്തിൽ പോലീസുകാർ മാത്രമാണ് ആശുപത്രിയിലേക്ക് പോയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു BJP RSS കൂട്ടരും ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും ഈ പൊള്ളലേറ്റ വ്യക്തിയോടൊപ്പം ആശുപത്രിയിൽ പോകുന്നതിന് വേണ്ടി തയ്യാറായില്ല. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി തന്നെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. വനിതാ മതിലിന് പിന്തുണയുമായി കവി പ്രഭാവർമ്മ. സമൂഹത്തെ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്ന കാലത്ത് വനിതാ മതിലിന് കാലിക പ്രസക്തിയുണ്ടെന്ന് പ്രഭാവർമ്മ പറഞ്ഞു. സ്ത്രീകളുടെ വിമോചന പോരാട്ടത്തിന്റെ ത്രസിപ്പിക്കുന്ന ഭൂതകാല പാരമ്പര്യം കേരളത്തിനുണ്ടെന്നും കവി പറഞ്ഞു. നവോത്ഥാന പ്രസ്ഥാനം നമ്മുടെ സമൂഹ മനസാക്ഷിയിലേക്ക് കൊണ്ടുവന്ന, നമ്മുടെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന ബോധത്തെളിമയുടേതായ കൈത്തിരികളെല്ലാം തല്ലിക്കെടുത്തി നമ്മുടെ കാലത്തെ 18-ാം നൂറ്റാണ്ടിലെയോ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലെയോ അനാചാരങ്ങളുടെ, ദുരാചാരങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ മഹാന്ധകാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾ അതിശക്തമായ നിലയിൽ നടക്കുന്ന ഒരു ഘട്ടമാണിത് എന്നെല്ലാവർക്കും അറിയാം. അത്തരം ഒരു ഘട്ടത്തിൽ ആ കൈത്തിരികൾ കെടാതെ നോക്കുന്നതിന് തെളിമയുള്ള മുഴുവൻ ആളുകളും ഒരുമിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഇത്തരമൊരു ഘട്ടത്തിൽ വനിതകളുടേതായി
നവോത്ഥാന പൈതൃകത്തിൽ വേരുകളുള്ളത് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റം, ഒരു പുതിയ സംരംഭം വനിതാ മതിൽ എന്ന രീതിയിൽ ഉണ്ടാകുമ്പോൾ അതുമായി മനസ്സുകൊണ്ട് എല്ലാവിധത്തിലും സഹകരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷവും അഭിമാനവും ഉണ്ട്. വനിതകളുടെ വലിയ മുന്നേറ്റങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം ഇത്രത്തോളം എത്തിയത്. ഇനി പുതിയ കാലഘട്ടത്തിലേക്ക് എത്തേണ്ടതും ഈ വിധത്തിലുള്ള മുന്നേറ്റങ്ങളിലൂടെ തന്നെയാണ്. ഒരാഴ്ച നീണ്ടുനിന്ന കാഴ്ചയുടെ ഉത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. വൈകിട്ട് സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സമാപന ദിവസമായി ഇന്ന് 7 മത്സര ചിത്രങ്ങൾ ഉൾപ്പെടെ 37 ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. 7 രാപ്പകലുകളെ സജീവമാക്കിയ 23ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കാണ് ഇന്ന് സമാപനമാകുന്നത്. വൈകുന്നേരം നിശാഗന്ധിയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തോടുകൂടിയാണ് മേളയ്ക്ക് തിരശ്ശീല വീഴുക. സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളടക്കം സമ്മാനിക്കും. തുടർന്ന് മേളയിൽ മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിന്റെ പ്രദർശനവും നടക്കും. വിവിധ വിഭാഗങ്ങളിലായി 8 പുരസ്കാരങ്ങളാണ് നൽകുന്നത്. ഇത്തവണ ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകന് KR മോഹനൻ എൻഡോമെന്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 14 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചത്. മേളയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ ഹോപ്സ് ആൻഡ് റീബിൽഡിംഗ് ഉൾപ്പെടെ 11 വിഭാഗങ്ങളിലായി 480-ലധികം പ്രദർശനങ്ങളാണ് മേളയിൽ നടന്നത്. ലോക സിനിമാ വിഭാഗത്തിലാകട്ടെ 90-ലധികം ചിത്രങ്ങളും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശിപ്പിച്ചു. മത്സര വിഭാഗ ചിത്രങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത പോലെ തന്നെ മലയാളം സിനിമകൾക്കും എല്ലാ വിഭാഗങ്ങളിലും മികച്ച സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത്. മേളയുടെ അവസാന ദിനമായ ഇന്ന് 37 ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രളയ അതിജീവന പാതയിലെ ചലച്ചിത്രമേള മികവുറ്റതെന്ന് സാക്ഷ്യപ്പെടുത്തി പ്രേക്ഷകർ. ലോക സിനിമ മത്സര വിഭാഗ ചിത്രങ്ങൾക്കായിരുന്നു ഏറെ പ്രിയം. പതിവ് മേളകളിൽ നിന്നും വ്യത്യസ്തമായി മത്സര വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള മലയാള സിനിമകൾക്കും വൻ സ്വീകാര്യത ലഭിച്ചു ഇത്തവണ മേളയിൽ. പ്രളയം ആദ്യഘട്ടത്തിൽ 23ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മുകളിൽ ഒരു കഴിഞ്ഞിരലായി ഉയർന്നെങ്കിലും അതിനെ അക്കാദമി അതിജീവിച്ചു. ഇന്നിപ്പോൾ മേള അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു മികവുറ്റ മേള എന്ന്. നല്ല സെലക്ഷൻ ആയിരുന്നു ഇത്തവണ. പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തവണത്തെക്കാട്ടി എത്രയോ മെച്ചപ്പെട്ട സെലക്ഷനാണ് ഇത്തവണ. എന്തായാലും വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഇത്തവണ. ലോക സിനിമ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇന്ത്യൻ ഫിലിംസും മലയാള സിനിമയിലേക്കും ചെറിയ നോട്ടങ്ങൾ നമ്മൾ അതിനെ വിട്ടുകളയാറില്ല. അത് ലോക സിനിമയുടെ ഭാഗം തന്നെയാണെന്നുള്ളതുകൊണ്ട് സാധാരണ മേളയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഭൂരിഭാഗം പ്രദർശനങ്ങളും നിറസദസ്സിലായിരുന്നു. മത്സര വിഭാഗ ചിത്രങ്ങളുടെ പുനഃപ്രദർശനത്തിന് പോലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മത്സര വിഭാഗത്തിൽ ഉൾപ്പെടെ പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങൾക്കും വൻ സ്വീകാര്യതയാണ് ഇക്കുറി മേളയിൽ ലഭിച്ചത്. മാറ്റം വന്നിട്ടുണ്ട്. ലൈക്ക് കോട്ടയം എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, പിന്നെ സ്ലീപ്ലെസ്ലി യോഴ്സ്, പിന്നെ ഹ്യൂമൻസ് ഓഫ് സമ്മൺ. അതിനൊക്കെ ഫസ്റ്റ് ഷോ തന്നെ കയറി കണ്ടു. എല്ലാം വളരെ നല്ല നല്ല സിനിമകളാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ കണ്ട വേൾഡ് സിനിമയുടെ തന്നെ ക്വാളിറ്റിയുള്ള പടങ്ങളാണ് അതൊക്കെ. മലയാള പടമാണല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ കയറുന്നത്. പക്ഷേ വേൾഡ് സിനിമേന്റെ അത്ര തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയാണ് മലയാളത്തിൽ കൂടുതൽ വന്നിട്ടുള്ളത്. ഓരോ പാക്കേജുകളെയും പ്രേക്ഷകർ ഹൃദയത്തിലേറ്റുകയായിരുന്നു. മേളയിലെ ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ജൂറി അടക്കം പ്രശംസിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ അതിജീവിച്ച് മേള പൂർത്തിയാകുമ്പോൾ അക്കാദമിക്ക് അഭിമാനിക്കാം. ഒരുപിടി നല്ല ചിത്രങ്ങളെ ഓർത്ത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിനിമയ്ക്കപ്പുറം ചലച്ചിത്രമേളയ്ക്ക് സൗഹൃദങ്ങളുടെയും പ്രണയത്തിന്റെയും സിനിമാ ചർച്ചകളുടെയും കുറെ നല്ല നിമിഷങ്ങളാണ് പറയാനുള്ളത്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എത്തുന്ന മേള ഇനി വീണ്ടും കുറെ നല്ല ഓർമ്മകളുമായുള്ള കാത്തിരിപ്പിലാണ്. ചലച്ചിത്രമേള എന്നും ഒരു നൊസ്റ്റാൾജിയാണ്. പല ദേശങ്ങളിൽ നിന്നും നല്ല സിനിമകൾക്കായി എത്തുന്നവർ. സിനിമയ്ക്ക് പുറത്തോ കുറേ നല്ല സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ പൂക്കുന്നു, സജീവമായ സിനിമാ ചർച്ചകളും. ഇത് എന്നും മേളയുടെ മുഖം തന്നെയാണ്. സിനിമ കഴിയുമ്പോഴുള്ള ഒത്തുചേരലുകളും അവർ ആനന്ദകരമാക്കുന്നു, ആഘോഷിക്കുന്നു. പല വേഷങ്ങളിൽ പല ഭാഷകളിൽ തലസ്ഥാനത്തെ ഒരാഴ്ചത്തേക്ക് സ്വന്തമാക്കാനെത്തുന്ന ദേശാടന പക്ഷികളുടെ കൂട്ടമാണിവർ.
തിയേറ്ററുകൾ സിനിമകൾക്കായുള്ളതാണെങ്കിൽ തിയേറ്റർ പരിസരം സൗഹൃദം പുതുക്കലിനും കൂടിച്ചേരലിനും വേണ്ടിയുള്ളതാണ് എന്നതാണ് അവർ തെളിയിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും ഡിസംബർ ആവാൻ വേണ്ടി ഞങ്ങളുടെ കാത്തിരിപ്പാണ്. ഡിസംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒരാഴ്ചത്തേക്ക് സിനിമകളുടെ മാത്രമല്ല സൗഹൃദങ്ങളുടെയും കൂടെ ഫെസ്റ്റിവലാണ്. കേരളത്തിന്റെ അങ്ങ് തൊട്ട് ഇങ്ങോളം വരെ ഉള്ള ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ വേദിയാണ്. കുറച്ച് പേര് അവിടെ മ്യൂസിക്കലി കുറച്ച് ഗിറ്റാർ ഡ്രംസ് ഒക്കെ വെച്ചിട്ട് അവരവിടെ പ്ലേ ചെയ്യുന്നു. പിന്നെ കുറെ പേര് സിനിമകളെ പറ്റി ചർച്ച ചെയ്യുന്നു. ബേസിക്കലി എൻജോയ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. മേള ആരംഭിക്കാൻ കാത്തിരിക്കുന്ന ഇവർക്ക് എന്നാൽ മേളയുടെ അവസാന ദിനം സങ്കടം മാത്രമാണ് സമ്മാനിക്കുന്നത്. ഇനി ഒരു വർഷം നീളുന്ന കാത്തിരിപ്പാണ്. നല്ല സൗഹൃദങ്ങളുടെയും നല്ല നിമിഷങ്ങളുടെയും ഓർമ്മയിലുള്ള കാത്തിരിപ്പ്. ടാഗോറിൽ നിന്നും KV ചന്ദ്രശേഖരനൊപ്പം S ഷീജ. ശബരിമല ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിൽ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായി. നിലവിലെ വാതിൽ കേടുപാട് സംഭവിച്ചതിനെ തുടർന്നാണ് വാതിൽ മാറ്റാൻ തീരുമാനമായത്. ബംഗളൂരുവിൽ നിന്നുള്ള 3 ഭക്തരാണ് വാതിൽ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത്. നിലമ്പൂർക്കാട്ടിൽ നിന്നുള്ള ഒറ്റത്തടി തേക്കിലാണ് അയ്യപ്പന് അടച്ചുറപ്പുള്ള വാതിലൊരുങ്ങുന്നത്. വാതിൽപാളികളും സൂത്രപ്പട്ടികയും ചെമ്പുപാളി പതിപ്പും നിർമ്മാണത്തിനായി ഒരുങ്ങി. തുടർന്ന് ക്ഷേത്രത്തിലെത്തിച്ച് പാകം നോക്കുകയും ചെയ്തു. ചെമ്പ് പാളികൾ അടിച്ച് അതിന്റെ മുകളിൽ സ്വർണ്ണ പൂശിയെടുക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പാളികളായി തന്നെ അടിച്ച് നമ്മുടെ കൊടിമരത്തിൻ്റെ രീതിയിൽ തന്നെ അത് പാളികളാക്കി അടിച്ച് പൂർവ്വസ്ഥിതിയിൽ തന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉള്ള തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. വാതിൽപാളികളിൽ ചെമ്പു പതിപ്പിച്ച ശേഷം സ്വർണം പൂശുന്നതിനായി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകും. ബാംഗ്ലൂരുവിൽ നിന്നുള്ള ഭക്തരാണ് വാതിലുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വാതിലുകളിൽ സ്വർണം പൂശുന്നതിന് 4 കിലോ സ്വർണം വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. നിലവിലെ ശ്രീകോവിലിന്റെ വാതിൽ കേടുപറ്റിയെന്ന ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് വാതിൽ മാറ്റുവാൻ ദേവസ്വം ബോർഡ് തയ്യാറായത്. ഈ മണ്ഡലകാലം അവസാനിക്കുന്നതിന് മുന്നോടിയായി വാതിലിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. പ്രശസ്ത ശില്പി ഇളപ്പള്ളി നന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാതിൽ പണി പൂർത്തിയാക്കുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അഖിലേഷിനൊപ്പം റിനു ശ്രീധർ.